നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ എപ്പിസോഡിൽ ഞങ്ങളൊരു അതിഥിയെ പരിചയപ്പെടുത്തുകയാണ്. അതിഥി ശ്രീ വർദ്ധനൻ കുറുപ്പ്. വർദ്ധനൻ കുറുപ്പ് ആരാണെന്നറിയാനുള്ള ആകാംക്ഷ നിങ്ങൾക്കുണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തി പോകാം. വർദ്ധനൻ പിള്ള ചടയമംഗലത്തുകാരനാണ്. താമസം ഇപ്പോൾ വർക്കലയാണ്. ചടയമംഗലത്തെ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് വർദ്ധനൻ കുറുപ്പ്. ലാവറ കുടുംബം എന്നാണ് ആ കുടുംബ പേര്. ഈ വർദ്ധന കുടുംബത്തിന് ഇപ്പോൾ ഒരു വിശേഷമുണ്ട്. എന്താണ് വിശേഷം എന്ന് അറിയണ്ടേ? അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ചു. അനേക നാളുകളിൽ മനസ്സിൽ കൊണ്ടുവരുന്ന ആ മോഹം മലയാള സിനിമയിലെ യുവ എഴുത്തുകാരനും യുവ സംവിധായകനും ആയ ബിപിൻ രാജും ബിപിനും അത് സാധിച്ചു കൊടുത്തു. ആ സിനിമയുടെ പേര് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഈ സിനിമ സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പോയി കാണണം, അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കും. അതിനുമുമ്പ് വർദ്ധനൻ പിള്ള കുറുപ്പിൻ്റെ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഹലോ 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 നമ്മുടെ ഈ സിനിമയിൽ അഭിനയിച്ച വർദ്ധനൻ പിള്ളയുടെ വീട് ഇതല്ലേ? ഉണ്ടാവോ പുറത്ത് വയ്ക്കാം. എന്നാ ശരി. മനസ്സിലായില്ല. നമസ്കാരം. നമസ്കാരം. ഞാൻ ചടയമംഗലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ പേര് രാജ്മോഹൻ എന്നാണ്. ഞാൻ സാക്ഷി ടി വിന്നാണ് വരുന്നത്. ഒച്ചേട്ടൻ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ ഒരു ചടയമംഗലത്തെ നിലയിൽ ആ സിനിമയുടെ വിശേഷങ്ങൾക്ക് ശരി, നമുക്ക് ആ തീറിയുന്ന ഒരു ചടയമംഗലത്തുകാരൻ സിനിമയുടെ വെള്ളിത്തിരയിൽ എങ്ങനെ അതിനെങ്ങനെ അവസരമുണ്ടായി? 3 ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. ആ 3 ഷോർട്ട് ഫിലിം ഫിലിം സാറ് കണ്ടിട്ടാണ് എന്നെ വിളിച്ചത് സിനിമയിലേക്ക്. സാറ് കണ്ടപ്പോൾ പറഞ്ഞു, കൊള്ളാം, ആ പാർട്ടിയെ തന്നെ വിളിക്കാം നമുക്ക്. അങ്ങനെ എൻ്റെ നമ്പരൊക്കെ മേടിച്ച് സാർ എന്നെ എങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, സിനിമ ഉടനെ കൊണ്ട് വരണം. കഴിഞ്ഞ വൃശ്ചിക മാസം 16-ാം തീയതി ആയിരുന്നു സിനിമ തുടക്കം. എൻ്റെ അവിടെ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. ആദ്യം എന്നെ വിളിച്ചത് അവർ നാലാഞ്ചിറ ലോഡ്ജിലേക്കാണ് വിളിച്ച് അവിടെ വെച്ച് ഇൻ്റർവ്യൂ ഒക്കെ തന്നു. ഞാൻ അവർ തന്ന സ്ക്രിപ്റ്റ് നല്ല നല്ല രീതിയിൽ അവതരിപ്പിക്കുകയും അത് കണ്ട് സാറ് എനിക്ക് കൈ തരികയും ചെയ്തു. അതിൻ്റെ ഇതായിട്ടാണ് എന്നെ സിനിമയിൽ എടുത്തത്. സിനിമ എന്നെ നല്ല രീതിയിൽ തന്നെ എന്നെ സഹകരിക്കുകയും അതുപോലെ തന്നെ സിനിമ ഞാൻ അവർ പറഞ്ഞ രീതിക്ക് തന്നെ അഭിനയിച്ച് കാണിക്കുകയും നല്ല സഹപ്രവർത്തകരായിരുന്നു എൻ്റെ കൂടെ ഉള്ളത് എല്ലാവരും. കൊച്ചട്ടൻ അഭിനയിച്ച ഈ സിനിമയുടെ പേരെന്തായിരുന്നു? ഇതിന്റെ സംവിധായകൻ ആരാണ്? എവിടെയൊക്കെ വെച്ചായിരുന്നു? ഈ സിനിമയുടെ പേര് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഈ സിനിമയുടെ സംവിധായകൻ ബിപിൻ ദാസ്. ഈ സിനിമ വിഴിഞ്ഞം അമരിവിള എന്ന സ്ഥലത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്തത്. നമുക്ക് ഈ സിനിമാ നടന്റെ കുടുംബവിശേഷങ്ങളെന്ന് അറിഞ്ഞാലോ? വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെയാണ് വീട്ടിലെ സാഹചര്യങ്ങൾ, അതൊന്ന് ചോദിച്ചറിയാം. ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ 4 എനിക്ക് 2 മക്കൾ. മോള് ഒരു ജോലിക്ക് പോയിരിക്കുകയാണ്, മോനും ജോലിക്ക് പോയിരിക്കുകയാണ്. എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ മരുമോനും ഇപ്പോൾ ഇവിടെ ഉണ്ട്. കൊച്ചുമോനുണ്ട്. വേറെ ആരും ഇല്ല ഞങ്ങളുടെ കുടുംബക്കാർ. സാക്ഷി ടി വിക്ക് വേണ്ടി ഭാര്യയും മരുമകനെയും ഒന്ന് വിളിക്കാമോ? ബിപിൻ, എന്താണ് പേര്? സുനിത. എന്ത് വർക്ക് ചെയ്യുന്നു? അംഗൻവാടി ടീച്ചർ. അങ്ങനെ ജീവിത പങ്കാളി ഗ്രഹനാഥൻ ഒരു സിനിമാ നടനായതിൽ എന്താണ് അഭിപ്രായം? വളരെ സന്തോഷമാണ്. പിന്നെ പെൻഷനൊക്കെ ആയി വീട്ടിലിരിക്കുമായിരുന്നു. അപ്പം ഇടയ്ക്കൊക്കെ ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ഇതിൽ സിനിമയിലും കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം. ഞാൻ നിങ്ങളെ കാണുന്നത് വർക്കല വെച്ചാണ്. പക്ഷെ എൻ്റെ പറഞ്ഞു കേട്ട അറിവാണ് നിങ്ങൾ ചടയമംഗലത്തുകാരനാണെന്ന്. നിങ്ങൾക്ക് ചടയമംഗലമായിട്ടുള്ള എന്ത് ബന്ധമാണുള്ളത്?
ഞാൻ ജോലി സംബന്ധമായാണ് വർക്കല വന്നതും. അവിടെ നിന്നാണ് വർക്കലയിൽ നിന്നാണ് ഞാൻ വിവാഹം ചെയ്തതും. ഞാൻ അങ്ങനെ സ്ഥിരം ഇവിടെ താമസക്കാരനാണ്. ഞാൻ ചടയമംഗലത്തുകാരനാണ്. ചടയമംഗലം ബ്ലാബറ കുടുംബമാണ് എൻ്റെ കുടുംബം. അവിടെ എൻ്റെ അമ്മാച്ചന്മാരായ ജഗന്നാവുള്ള സാറും സുധാകരനും ഒക്കെ ഒരു കലാകാരന്മാരാണ്. ജഗന്നാവുള്ള സാറ് കഥകളി അഭ്യസിക്കുകയും അവതരിപ്പിക്കുകയും നാടകം ചെയ്തിട്ടില്ലേ? ഉണ്ടല്ലോ, അത് പറയാൻ പോവാ. നാടകവും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. സുധാകരൻ സിനിമയിൽ വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിൽ ഉള്ള കുടുംബത്തിലുള്ളവനാണ്. അങ്ങനെ അവരെ ഒരു കലാവാസനയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ സിനിമയിൽ കയറിയത്. എന്തുണ്ട് വിശേഷങ്ങള്? വർക്കലൊക്കെ വിശേഷങ്ങളൊന്നുമില്ല. വിശേഷമൊന്നുമില്ല. ഇല്ല. ഈ ചടയമംഗലത്തുകാരനാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ചടയമംഗലത്തുകാരനാണെങ്കിൽ ചടയമംഗലത്തിലെ കുട്ടിക്കാലം എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? ചടയമംഗലത്ത് ഞാൻ അവിടെ ജനിച്ചു വളർന്നവനാണല്ലോ. അച്ഛൻ, അമ്മ. എനിക്കൊരു സഹോദരനുണ്ട്. അച്ഛന്റെ പേര് സഹോദരക്കുറിപ്പെന്നാണ്. അമ്മയുടെ പേര് വരിയാക്കിയമ്മ. അച്ഛൻ ആധാരപ്പെടുത്താണ്. അനിയന് ആധാരപ്പെടുത്താണ്. അനിയന്റെ പേരെന്താണ്? ജയപ്രകാശ് എന്നാണ് പേര്. അനിയൻ സിനിമയൊക്കെ കണ്ടതായിട്ട് അറിയാവോ? അനിയൻ ഈ സിനിമ കണ്ടോ? ഈ സിനിമ കണ്ടോന്ന് അറിയാൻ വയ്യ. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടു കാണും എന്നുള്ള വിശ്വാസമുണ്ട്. അനിയൻ കണ്ടു കാണും. കണ്ടിട്ടായിരിക്കും ആശംസകൾ അയച്ചത്. ചടയമംഗലത്തുനിന്ന് അഭിപ്രായങ്ങൾ വല്ലതും വന്നോ? വിളിച്ചോ? ഒരുപാട് വരുന്നുണ്ട്. ഒരുപാട് ആശംസകൾ എന്റെ വീട്ടുകാരെല്ലാം അയക്കുന്നുണ്ട്. മറ്റുള്ളവരെ അയക്കുന്നുണ്ട്. പലരും അയക്കുന്നുണ്ട്. ചടയമംഗലത്ത് നിന്ന് ഗൾഫിൽ നിന്ന് ഒരാളെ വിളിച്ചിരുന്നു. ആശംസകളെന്ന് പറഞ്ഞു. നല്ലത്, നല്ല സിനിമ എന്നൊക്കെ പറഞ്ഞു. കണ്ടു കാണും. കാണാതിരിക്കൂലല്ലോ, കണ്ടിട്ടുണ്ട് അവര്. പിന്നെ ചടയമംഗലത്ത് ഇപ്പൊ അങ്ങനെ സ്ഥിരം വരാറില്ല. അങ്ങനെ വരാറില്ല. ഞങ്ങൾ വിശേഷങ്ങളുണ്ടെങ്കിൽ വരും. അനിയന്റെ വീട്ടിൽ നിന്ന് പോകും. അവിടെ കയറി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. പിന്നെ ലാലുവിനെ കാണും. നമ്മുടെ അനിയന്മാരൊക്കെ അവിടെ കിടക്കുന്നു. അനിയന്മാരും കൊച്ചക്കന്മാരും കിടപ്പുണ്ട്. അവരെയൊക്കെ ഒന്ന് കാണും. ചേട്ടന്മാരെ കാണും. കണ്ട് സംസാരിച്ച് അമ്മച്ചന്മാരെ കണ്ടിട്ട് പോരും. ചടയമംഗലത്തേക്ക് വരിക ഒരു ദിവസത്തെ ഒരു സന്തോഷം ഉള്ളൂ. എങ്ങനെയും തങ്ങൂല. ഉത്സവമൊക്കെ വരുന്നെങ്കിൽ പോകും. മരവിളക്കിന് വരാറുണ്ടോ? മരകള് ഇപ്പൊ 2 വർഷം കൊണ്ട് വരുന്നില്ല. പുതിയ സിനിമ വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല. പുതിയ സിനിമ പറഞ്ഞിട്ടുണ്ട്. അത് എന്നാണ് അറിയാൻ വയ്യ ഡേറ്റ്. അത് മാത്രമല്ല ഈ അന്തരീക്ഷം കിടക്കുന്നുണ്ട്. അവര് ഷൂട്ടിംഗ് തുടങ്ങിയില്ല. ഷൂട്ടിംഗ് തുടങ്ങിയില്ല. അന്തരീക്ഷം മാറിയതിനു ശേഷം ഈ ഷൂട്ടിംഗ് തുടങ്ങും. എന്തായാലും പുതിയ സിനിമകൾ വരട്ടെ, നല്ല വേഷങ്ങൾ കിട്ടട്ടെ. വരും കാലങ്ങളിൽ മലയാള സിനിമയിൽ നല്ലൊരു അറിയപ്പെടുന്ന ഒരു കലാകാരനായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും സാക്ഷി TV അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.